നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ എം.ടി. സാർ കഴിഞ്ഞ 10 ദിവസത്തിലധികമായി പോരാടുകയാണ്. അതിനിടയിലാണ് എം.ടി. സാറിനെ കുറിച്ച് 2 എപ്പിസോഡ്, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹവുമായി അടുപ്പമുള്ള ആൾക്കാർ പറയുന്നതിനെക്കുറിച്ച് 2 എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ ആദ്യത്തെ എപ്പിസോഡ് ഷൂട്ടിംഗ് കഴിഞ്ഞ രണ്ടാമത്തെ എപ്പിസോഡിന്റെ ഷൂട്ടിങ്ങിന് മുമ്പ് എം.ടി. സാർ ഈ ലോകം വിട്ടുപോയി. ഒരുപാട് കഷ്ടപ്പെടാതെ പോയി നന്നായി എന്ന് ഞാൻ പറയും. കാരണം ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എങ്കിൽ ഒരുപാട് വയറുകൾ കുത്തിയും ഐസിയുവിനകത്തും ഒക്കെ വെന്റിലേറ്ററിലും ഒക്കെ കിടന്ന് കഷ്ടപ്പെടാതെ പോയത് നന്നായി എന്ന് ഞാൻ പറയും. ഞാൻ മരിച്ചാൽ 2 മണിക്കൂറിനുള്ളിൽ എന്നെ സംസ്കരിക്കണം എന്ന് അദ്ദേഹം എഴുതി വെച്ചിരുന്നു എന്ന് പറയുന്നു. വീട്ടിൽ നിന്ന് ഒരു ഓഡിറ്റോറിയത്തിലേക്ക് എങ്ങും എന്നെ കൊണ്ടുപോകരുത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പൊതുപ്രദർശനം പാടില്ല, വേണ്ടപ്പെട്ട ബന്ധുക്കൾ മാത്രം എന്നെ അവസാനമായി കണ്ടാൽ മതിയെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്ക് കരുനാക്കാണെന്ന് പറയാം. കാരണം ഇന്നലെ ക്രിസ്മസ് അവധിയായിരുന്നുകൊണ്ട് ഇന്ന് പത്രങ്ങളില്ലല്ലോ. ഇന്നലെ രാത്രി 10 മണിക്കാണ് അദ്ദേഹം മരിക്കുന്നത്. ഇന്ന് പത്രങ്ങളില്ലാത്തതുകൊണ്ട് ഒരു സ്പെഷ്യലും ഇറങ്ങിയില്ല. എം.ടി. സ്പെഷ്യൽ എന്ന് പറഞ്ഞ ഒന്നും ഇറങ്ങിയില്ല. അതെല്ലാം നാളെ ആയിരിക്കാം. അപ്പോൾ എം.ടി. സാർ മരിച്ചപ്പോൾ ഒന്നാമത് നല്ല ദിവസമല്ലേ സാർ മരിച്ചത്. ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം, അല്ലെങ്കിൽ ഒരു വലിയ പുണ്യപുരുഷൻ ജനിച്ച ദിവസം അദ്ദേഹം യാത്ര പറഞ്ഞു പോയി. നാളെ പത്രങ്ങളിൽ മുഴുവൻ അതായിരിക്കാം എം.ടി. സാറിനെ കുറിച്ച്. അവസാനം മാവൂരിലെ ശ്മശാനത്തിൽ സ്മൃതിപഥം എന്നാണ്, ഇവിടെ ശാന്തി കവാടമാണെങ്കിൽ കോഴിക്കോട് സ്മൃതിപഥം എന്നാണ്. അവിടെ അദ്ദേഹത്തിന് അടക്കുന്ന വിഷ്വലൊക്കെ കണ്ടോണ്ടിരുന്നിട്ട്, ആ ലൈവ് കണ്ടോണ്ടിരുന്നിട്ടാണ് ഞാനിത് ചിത്രീകരിക്കാൻ വന്നത്. പകല് മുഴുവൻ എന്തോ ഞാൻ ഒരു അലസനായിരുന്നു. അപ്പൊ എന്റെ സിന്ധു ചോദിച്ചു എന്താ, ഞാൻ പറഞ്ഞ ഒരു മൂഡ് വരുന്നില്ല, മൊത്തത്തിൽ എൻ്റെ ആരോ കടന്നുപോയതുപോലൊരു ഫീലിംഗ്. 91 വയസ്സ് കഴിഞ്ഞില്ലേ, അതങ്ങ് വിഷമിക്കാതെ പോയത് നന്നായി എന്ന് വിചാരിക്കണ എന്നാണ് സിന്ധു എന്നോട് പറഞ്ഞത്. എം.ടി.എ ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന എം.ടി.എ ഗർഭചിത്രം നടത്തി കളയാനൊരു ശ്രമം നടത്തിയതാണ് വീട്ടുകാർ. പക്ഷേ അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ ഗർഭചിത്രം നടത്തി എം.ടി. സാറിനെ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുമ്പേ നശിപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ മലയാളിക്ക് എന്തൊരു നഷ്ടമായി പോയേനെ. 48-ാമത്തെ വയസ്സിൽ മരണം തൊട്ടടുത്ത് വന്ന് മുഖാമുഖം നിന്നതാണ് അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളായിട്ട്. പക്ഷെ അതിൽ നിന്നും അദ്ദേഹം മടങ്ങി വന്നു. ഇപ്പൊ 91-ാമത്തെ വയസ്സിൽ വിട പറഞ്ഞു. മാവൂർ റോഡിലെ സ്മൃതിപഥം എന്ന് പറഞ്ഞ ശ്മശാനം അറ്റകുറ്റപ്പണികൾക്കായി കുറെ ദിവസമായിട്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഡിസംബർ അവസാനം തുറക്കാം എന്ന് പറഞ്ഞ് അതിന്റെ പണികൾ പുരോഗമിക്കുകയായിരുന്നു. എന്തായാലും എം.ടി. സാറിന്റെ ചലനമറ്റ ശരീരം കത്തിച്ചുകൊണ്ടാണ് സ്മൃതിപഥത്തിൽ വീണ്ടും ഈ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതിലും അദ്ദേഹം വ്യത്യസ്തനായി എന്നുള്ളതാണ്. എൻ്റെ വീട്ടിലൊന്നും ബഹളങ്ങളൊന്നും ഉണ്ടാവരുത്, ആൾക്കൂട്ടം ഉണ്ടാകരുത്, പിന്നെ പൊതുവേദികളിൽ കൊണ്ട് വയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ ചെറിയ സിത്താര എന്ന് പറഞ്ഞ വീട്ടിൽ, കൊട്ടാരൻ റോഡിലെ സിത്താര എന്ന് പറഞ്ഞ വീട്ടിൽ അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു. പകുതി പേർക്കെങ്കിലും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല. 3 മണിയായപ്പോൾ ക്യാമറകളെയും ക്രൂവിനെ എല്ലാം പുറത്താക്കി, പുറത്തുനിന്ന് വന്നവരെയൊക്കെ പുറത്താക്കിയിട്ട് 100% ബന്ധുക്കൾക്ക് മാത്രം നടത്താനുള്ള ചടങ്ങിനായി വീടടച്ചു. അത് കഴിഞ്ഞ് ആ ആംബുലൻസിലേക്ക് അദ്ദേഹത്തെ കയറ്റാൻ പെട്ട പാട് നമ്മുടെ എം.പി. റഹീമും റഹീമും അതുപോലെ മന്ത്രി റിയാസും ഒക്കെ വഴിയൊരുക്കുന്ന കണ്ടപ്പോൾ കേരളം 2 ദിവസം ദുഃഖാചരണമാണ് കേരളത്തിൽ. ആ അനശ്വരനായ എഴുത്തുകാരൻ, പ്രിയപ്പെട്ട എം.ടി. സാർ, കോഴിക്കോട്ടുകാരെന്ന് മാത്രം ഞാൻ പറയുന്നില്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും യാത്രയപ്പായിരുന്നു കിട്ടിയത്. നമ്മൾ ഇന്നലെ ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടത് എം.ടി. സാറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച, അദ്ദേഹത്തിന്റെ സൗഹൃദ വലയത്തിലുള്ള വിശ്വസ്തരായ സ്നേഹിതരായ ആൾക്കാർ പറയുന്ന കമന്റുകളായിരുന്നു. ഇന്നും അതിന്റെ തുടർച്ചയാണ്. ഞാൻ ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് തിലകൻ ചേട്ടൻ പറഞ്ഞതിനെ കുറിച്ചാണ്. പെരുന്തച്ചനിൽ തമ്പുരാനുമായി പെരുന്തച്ചൻ സംസാരിച്ച് നിൽക്കുന്ന ഒരു സീനുണ്ട്.
ഇന്നത്തെ തലമുറയുടെ പോക്കിനെ പറ്റി തമ്പുരാൻ പരിഭവം പറയുന്നൊരു സീനാണ്. അതിലൊരു അങ്ങനെ ഒരു ഡയലോഗുണ്ട്. അവിടെ പെരുന്തച്ചൻ മറുപടി പറയുമ്പോൾ പറയുന്നത്, "അങ്ങനെയല്ല തമ്പുരാൻ, മാറുന്നു എന്നതാണ് സത്യം." ഇതാണ് ഡയലോഗ്. "അങ്ങനെയല്ല തമ്പുരാൻ, മാറുന്നു എന്നതാണ് സത്യം." അപ്പോൾ എം.ടി. സാറിന്റെ ഡയലോഗുകൾ വളരെ സൂക്ഷിക്കണം. ഞാൻ സൂറത്തിന്റെ കോപ്പി എടുത്തപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. എനിക്ക് സംശയം തോന്നിയ വാക്കുകളൊക്കെ 12ാമത്തെ സീനിൽ 18ാമത്തെ വരിയിൽ ഇത്ര ഇന്ന വാക്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ട് സാർ വന്ന് കൊണ്ട് കാണിച്ചപ്പോൾ എൻ്റെ അക്ഷരം വളരെ മോശമാണല്ലേ ദിനേശ് എന്ന് പറഞ്ഞിട്ട് സാർ ആ വാക്കുകൾ പറഞ്ഞു തന്നു. അപ്പോൾ ഐ വി ശശിയുടെ ഒരു പടത്തിൽ ആ മാടപ്പെട്ടി എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ ആ മാടപ്പെട്ടി എടുത്തുകൊണ്ട് വരും എന്ന് ഡബ് ചെയ്ത് വെച്ചു. റീ റെക്കോർഡിംഗ് സമയത്താണ് എം ടി സാർ അത് കണ്ടു തിരുത്തിയത്. അതുപോലെ ഈ പെരുന്തച്ചലിനും ഒരു അബദ്ധം പറ്റി. അങ്ങനെയല്ല തമ്പുരാൻ, മാറുന്നു എന്നതാണ് സത്യം. ഇതാണ് പെരുന്തച്ചൻ പറഞ്ഞ ഡയലോഗ്. എന്ന് വെച്ചാൽ തമ്പുരാൻ കരുതുന്നത് പോലെ അല്ല കാര്യങ്ങൾ, മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് എം ടി എഴുതി വെച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടർ തിലകൻ ചേട്ടന് ഡയലോഗ് പറഞ്ഞു കൊടുത്തത് തമ്പുരാൻ മാറുന്നു എന്നതാണ് സത്യം എന്നായിപ്പോയി. അങ്ങനെയല്ല തമ്പുരാൻ എന്നുള്ളത്, തമ്പുരാൻ മാറുന്നു എന്ന് പറഞ്ഞു കൊടുത്തു. തിലകൻ ചേട്ടൻ പറഞ്ഞു, അങ്ങനെ ആയിരിക്കില്ല, തമ്പുരാന് എന്ത് മാറ്റം ഉണ്ടായി? കഥയില് തമ്പുരാൻ മാറിയിട്ടില്ല, തമ്പുരാൻ തമ്പുരാൻ തന്നെയാണ്, നിങ്ങൾ ഒന്നുകൂടി നോക്കണം. ഇല്ലേല് എം ടിയുടെ ഒറിജിനൽ സ്ക്രിപ്റ്റുമായി ഒത്തു നോക്കാൻ പറഞ്ഞു. തമ്പുരാൻ കഴിഞ്ഞ് ഗ്യാപ്പ് കാണും എന്ന് തിലകൻ ചേട്ടൻ പറഞ്ഞു. ഇല്ല ചേട്ടാ, ഇല്ല എന്ന് തന്നെ ആ അസിസ്റ്റന്റ് ഡയറക്ടർ വാശി പിടിച്ചു. ഇല്ല, ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ഒറിജിനൽ സ്ക്രിപ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചാൽ അത് റൂമിലിരിക്കുകയാണ്. തർക്കം ഒരുപാട് നടന്നു. തിലകൻ ചേട്ടനാണെങ്കിൽ വിടില്ല. അങ്ങനല്ല എന്ന് തിലകൻ ചേട്ടൻ വാശി പിടിച്ചു. ഇതിന് പറയുന്നു, അവര് അസിസ്റ്റന്റ് ഡയറക്ടറും ക്രൂവും വാശി പിടിച്ചപ്പോൾ മനസ്സോടെ തിലകൻ ചേട്ടൻ അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ ഡയലോഗ് പറഞ്ഞു. അങ്ങനെയല്ല, തമ്പുരാൻ മാറുന്നു എന്നതാണ് സത്യം എന്ന് പറഞ്ഞു. ഡബിങ്ങിന് ചെന്നപ്പോഴും തിലകൻ ചേട്ടൻ തന്റെ സംശയം ആവർത്തിച്ചു. ഉറപ്പാണ് ചേട്ടാ, ഞങ്ങൾ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്യ്, അത് മതി എന്നായി ആ ക്രൂ. 2 ആഴ്ച കഴിഞ്ഞിട്ട് എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്യുന്ന കടവ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഡബിങ്ങിന് തിലകൻ ചേട്ടൻ ചെന്നു. കണ്ട പാടെ എം ടി സാർ പറഞ്ഞു, തിലകൻ, വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്താണ് ചോദിച്ചു. ഒരു ഡയലോഗിന്റെ അർത്ഥം വളരെയധികം മാറിപ്പോയി. അപ്പൊ തിലകൻ ചേട്ടൻ പറഞ്ഞു, തമ്പുരാൻ മാറുന്നു എന്നതാണ് സത്യം, ആ ഡയലോഗ് അല്ലേ ചോദിച്ചു. അതെ, അതെന്താ അങ്ങനെ വന്നേ ചോദിച്ചു. ഞാൻ നിസ്സഹായനാണ്, അവരോട് ഞാൻ ആവുന്നത്ര പറഞ്ഞു നോക്കി, പിന്നെ അടിയുണ്ടാക്കാൻ പറ്റുമോ? ഒരു ഡയലോഗിന് വേണ്ടി ഞാൻ തല്ലുണ്ടാക്കിയെന്ന് പത്രക്കാരെഴുതും, അതുകൊണ്ട് ഞാൻ അവർക്ക് വഴങ്ങി കൊടുത്തു എന്നാണ് തിലകൻ ചേട്ടൻ പറയുന്നത്. രണ്ടാമത് പോയി തിലകൻ ചേട്ടൻ ഡബിങ്ങിൽ നീട്ടലും മൂളലുമായി തിലകൻ ചേട്ടൻ അത് മാറ്റി ചെയ്തു കൊടുത്തു. എന്നാലും ഒരു ചെറിയ കല്ലുകടി അതിലുണ്ട്. എം ടിയുടെ പഞ്ചാഗ്നിയിൽ ജയിലിൽ നിന്നിറങ്ങി ഇന്ദിര ഗീത ചെയ്ത വേഷം മനോഹരമായ പവർഫുള്ളായ ലേഡി, ഒരു സ്ത്രീ വേഷമാണ്. താമസിക്കാൻ ഒരു ഇടം തേടുന്നു. പത്രത്തിന്റെ ഫോട്ടോഗ്രാഫറായ റഷീദിനോട് ഇന്ദിര സംസാരിക്കുമ്പോൾ, വേണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കൂടാമെന്ന് റഷീദ് പറയും. ഇടം എന്നതിന് സങ്കേതം എന്നാണ് അയാൾ പറയുന്നത്. അവിടെ ഞാനും എൻ്റെ ഗുരുനാഥനുമുണ്ട്, ഒരു പല്ലുകൊഴിഞ്ഞ സിംഹം രാമേട്ടൻ. ഈ പല്ലുകൊഴിഞ്ഞ സിംഹം എന്ന പ്രയോഗത്തിൽ നിന്നാണ് രാമേട്ടനെ തിലകൻ മോൾഡ് ചെയ്തത്. എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്, പല്ലുകൊഴിഞ്ഞ സിംഹമായിരിക്കണം എന്ന് തിലകൻ ചേട്ടന് മനസ്സിലായി. കോഴിക്കോട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനിൽ നിന്നാണ് എം ടി രാമേട്ടനെ രൂപപ്പെടുത്തിയെടുത്തത്. എം ടി അക്കാര്യം തിലകൻ ചേട്ടനോട് പറഞ്ഞിരുന്നു. അയാൾ ഒരു പല്ലുകൊഴിഞ്ഞ സിംഹമാണെന്ന് റഷീദ് പറയുന്നിടത്ത് കഥാപാത്രം ഓക്കെ ആയി എന്നാണ് തിലകൻ ചേട്ടൻ പറയുന്നത്. വൈശാലിയുടെ കഥയും അതിനായി ചെയ്ത സ്കെച്ചുകളുമായിട്ടാണ് ഭരതേട്ടൻ എം ടിയെ കാണാൻ ചെന്നത്. കഥ ഇതാണ്, അതിൻ്റെ ഞാനിതാ ഇങ്ങനെയുള്ള സീൻ ബൈ സീൻ സ്കെച്ചുകൾ വരച്ചിട്ടുണ്ടെന്ന് എല്ലാമായിട്ടാണ് ചെന്നത്. ഇക്കഥയ്ക്ക് എനിക്കൊരു തിരക്കഥ എഴുതി തരണം എന്നായിരുന്നു ഭരതേട്ടൻ്റെ ആവശ്യം. ആദ്യമായിട്ട് എം ടിയെ കാണുകയാണ്. തിരക്കഥ എഴുതി തരണമെന്നല്ല, എൻ്റെ കയ്യിലൊരു തിരക്കഥയുണ്ട്, ഞാൻ എഴുതിയ ഒരു തിരക്കഥയുണ്ട്, അത് തിരുത്തി തരണം എന്നായിരുന്നു
ഭരതന്റെ അപേക്ഷ. ഈ തിരക്കഥ ഇങ്ങനെ ഷൂട്ട് ചെയ്താൽ നന്നാവില്ല. അറിവുള്ള ഒരാൾ തിരുത്തണമെന്ന് ഭരതൻ ഉപദേശിച്ചത് ഭാര്യ KPS ലളിതയായിരുന്നു. ലളിത ചേച്ചി പറഞ്ഞു, അയ്യോ ഭരതേട്ടാ, ഇങ്ങനെ ഈ തിരക്കഥ വെച്ചോണ്ടൊരു സിനിമ ചെയ്യരുത്. വിവരമുള്ള ഒരാൾ തിരുത്തണം. എങ്കിലേ ഇത് നന്നാവൂ എന്ന് അത് വായിച്ചിട്ട് ലളിത ചേച്ചി പറഞ്ഞു. അപ്പൊ ആരാവും നല്ലത് എന്ന് ഭരതേട്ടൻ ചോദിച്ചു. നമ്മുടെ വാസുവേട്ടൻ എന്നായിരുന്നു ഉത്തരം. KPS ലളിത പറഞ്ഞു, നമ്മുടെ വാസുവേട്ടൻ തിരുത്തിയാൽ നന്നാവും. എഴുതിയ തിരക്കഥയും വരച്ച സ്കെച്ചുകളുമായി അറച്ചറച്ച് MDയെ കാണാനെത്തിയ ഭരതന്റെ തിരക്കഥ MD മറിച്ചു നോക്കി. ഇന്നതാണ് കഥ, ഇവിടെ ഇതാണ് ഷോട്ട്, ഇന്ന രീതിയിൽ എടുക്കണം എന്നൊക്കെ ആ തിരക്കഥ, ഭരതൻ എഴുതിയ തിരക്കഥയിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. ഇത്ര തയ്യാറെടുപ്പോടെ വന്ന ഭരതനെ MDക്ക് വലിയ ഇഷ്ടമായി. ഇത്രയൊക്കെ ചെയ്തു വച്ചിട്ടാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. സ്ക്രിപ്റ്റ് ഞാൻ എഴുതാം, ഈ എഴുതിയത് വേണ്ട, നമുക്ക് വേറെ തരത്തിൽ കഥ കൊണ്ടുപോകാം എന്നായി MD. ഞാനായിട്ടത് എഴുതിത്തരാം. ഭരതൻ സമ്മതിച്ചു. ഓക്കെ. മഹാഭാരതത്തിൽ 1.5 പേജിൽ പറയുന്ന വൈശാലി സിനിമയാക്കാൻ ഉറപ്പിച്ചു. പാട്ടുകളുടെ റെക്കോർഡിംഗ് കഴിഞ്ഞപ്പോൾ, ഇതൊന്നും അധികമാരും അറിയാത്ത കാര്യങ്ങളാണ്, പാട്ടുകളുടെ റെക്കോർഡിംഗ് കഴിഞ്ഞപ്പോൾ സംവിധായകനെ മാറ്റണമെന്നായി. ഭരതേട്ടന് മുമ്പ് തമിഴില് തേവർ മകൻ എന്ന് പറഞ്ഞ സിനിമയിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. പിന്നെ കമൽഹാസനാണ് ബാക്കി ഭാഗം ഷൂട്ട് ചെയ്തത്. പക്ഷേ MD സാറ് ഉറച്ചു നിന്നു. കാരണം MD സാർ അന്ന് ഉറച്ചു നിന്നില്ലായിരുന്നെങ്കിൽ വൈശാലി നിന്ന് ഭരതേട്ടൻ ഔട്ടാവും. പക്ഷെ MD സാറ് അതിൽ ഉറച്ചു നിന്നു. ഇത് എഴുതാൻ ആദ്യം എൻ്റെ കയ്യിൽ പെയിന്റിങ്സോടുകൂടി കൊണ്ടുവന്നു തന്നത് ഭരതനാണ്. ഭരതനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഞാനില്ല, ഈ സ്ക്രിപ്റ്റും ഞാൻ തരില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ MD സാർ പറഞ്ഞു. അവിടെ തർക്കം തീർന്നു. ഭരതൻ വൈശാലി ചെയ്ത് മനോഹരമാക്കി. MDയോ ഭരതനോ ഇപ്പോ മരിക്കുന്നത് വരെ MD സാർ ഇത് പുറത്ത് പറഞ്ഞിട്ടില്ല. ഭരതേട്ടൻ മരിക്കുന്നവരെ ഭരതേട്ടനും പറഞ്ഞിട്ടില്ല, ലളിത ചേച്ചിയും പറഞ്ഞിട്ടില്ല. നിർമ്മാതാക്കള് എന്നെ മാറ്റാൻ ശ്രമിച്ചുവെന്നും, അങ്ങനെ മാറ്റുകയാണെങ്കിൽ ഈ തിരക്കഥ ഞാൻ തരില്ല, ഇത് ഭരതന് വേണ്ടി ഞാൻ എഴുതിയതാണ്, വേറൊരാളിന് ഞാൻ തരില്ല എന്ന് MD സാർ പറഞ്ഞെന്നുള്ള കാര്യം ആരോടും പറയാതെയാണ് ഭരതേട്ടനും പോയത്, MD സാർ പോയത്. അതുപോലെ തന്നെ നമ്മളെ പെരുന്തച്ഛനെടുത്ത അജയൻ. പെരുന്തച്ഛന് നീള മുടിയായിരുന്നു ആദ്യം വിഗ് ഉണ്ടാക്കിയത്. അത് വെച്ച് കുറേ സീനുകൾ ഷൂട്ട് ചെയ്തു. മദ്രാസിലെ ഒരു ജാപ്പാനീസ് പാവകൾ വിൽക്കുന്ന ഡോൾ എക്സിബിഷൻ നടക്കുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ഡോളിന്റെ തലമുടി സ്റ്റൈൽ ചെയ്തിരിക്കുന്ന കണ്ടപ്പോൾ അജയൻ അത് വളരെ ഇഷ്ടമായി. ഇത്തരം ഒരു വിഗായാൽ പെരുന്തച്ഛന് നന്നാവുമെന്ന് അജയന് തോന്നി. അപ്പോൾ അതിൻ്റെ ആർട്ട് ഡയറക്ടർ കൃഷ്ണമൂർത്തിയാണ്. വടക്ക് വീരഗാഥയൊക്കെ ചെയ്ത, സ്വാതിരുന്നാളൊക്കെ ചെയ്ത കൃഷ്ണമൂർത്തിയോട് പറഞ്ഞു ആ പാവയുടെ തലമുടി സ്കെച്ച് ചെയ്യാൻ. കൃഷ്ണമൂർത്തി സ്കെച്ച് ചെയ്തു. അതുകൊണ്ടൊന്ന് MDയെ കാണിച്ചു. വസുവേട്ടാ, നമുക്ക് പെരുന്തച്ഛൻ ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ ആയാലോ എന്ന് ചോദിച്ചു. അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് പെരുന്തച്ഛൻ്റെ നമ്മളിപ്പോൾ കാണുന്ന ഹെയർ സ്റ്റൈൽ വന്നത്. ഒരുപാട് സീൻ ഷൂട്ട് ചെയ്ത ശേഷമാണ് അത്ര റീടേക്ക് ചെയ്തു. അത്തരം ഒരു ഈഗോ ഒന്നും ഇല്ലാത്ത വലിയ മനുഷ്യനാണ് MD സാർ. ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് എടുത്ത് വെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും സീന് കഴിഞ്ഞിട്ട് ഇനി ആ വിഗൊന്നും മാറ്റാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അദ്ദേഹം പടത്തിന്റെ കാര്യം മാത്രമേ ചിന്തിച്ചു. നമ്മുടെ പ്രശസ്ത നിരൂപകൻ വിജയകൃഷ്ണൻ പറയുന്നത്, സിനിമ സംവിധായകന്റെ കലയാണെങ്കിൽ സംവിധായകന്റെ ചൊൽപ്പിടിക്ക് നിൽക്കുന്ന ഒന്നു തന്നെയായിരിക്കും തിരക്കഥ. അത് ചിലപ്പോൾ സംവിധായകൻ എഴുതിയതായിരിക്കാം, അല്ലെങ്കിൽ സംവിധായകന്റെ നിർദ്ദേശമനുസരിച്ച് വേറെ തിരക്കഥാകൃത്ത് എഴുതിയതായിരിക്കാം. അങ്ങനെ വേറൊരു തിരക്കഥാകൃത്ത് എഴുതിയതിനെയും മാറ്റിമറിച്ച് തൻ്റെ നിർമ്മാണ വേളയിൽ പുതുതായി ഒന്ന് സൃഷ്ടിക്കാൻ സംവിധായകന് കഴിയണം. അല്ലാതെ കോപ്പി എടുക്കും പോലെ തിരക്കഥാകൃത്ത് എഴുതി വെച്ചിരിക്കുന്നത് മാത്രം പകർത്തലല്ല ഒരു സംവിധായകന്റെ ജോലി എന്നാണ് വിജയകൃഷ്ണൻ പറയുന്നത്. പക്ഷേ MDയുടെ തിരക്കഥ അതിനെ വഴിവിട്ട് നിൽക്കുന്ന ഒന്നല്ല. ആ നിലയ്ക്ക് MDയുടെ തിരക്കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. MDയുടെ തിരക്കഥകൾ സ്വയം പൂർണ്ണങ്ങളാണ്. സംവിധായകന്റെ സഹായം പോലുമില്ലാതെ സ്ക്രീനിലേക്ക് പകർത്തപ്പെടാൻ യോഗ്യമായി നിൽക്കുന്നവയാണ് MDയുടെ തിരക്കഥകൾ എന്നാണ് വിജയകൃഷ്ണൻ പറയുന്നത്. സംവിധായകന്റെ കാഴ്ചപ്പാടോടെ എഴുതപ്പെടുന്നതാണ് MDയുടെ തിരക്കഥകൾ എന്ന് പറയാം. എന്ന് പറയുമ്പോൾ MD തിരക്കഥ രചിക്കുമ്പോൾ MD സ്വയം സിനിമ കൺസീവ് ചെയ്യുകയാണ്.
ശരാശരിയിൽ നിന്ന പല സംവിധായകരും എം ടിയുടെ തിരക്കഥയുടെ സഹായം കൊണ്ട് അവരുടെ കരിയറിലെ മികച്ച സൃഷ്ടികൾ കാഴ്ചവെക്കാൻ സന്നദ്ധരായിട്ടുണ്ട്. സ്വയംവരം, ഉത്തരായണം എന്നീ ചിത്രങ്ങളുടെ കൂടെയാണ്, അല്ലെങ്കിൽ സ്വയംവരവും ഉത്തരായണവും കഴിഞ്ഞിട്ടാണ് നിർമാല്യം വരുന്നത്. ഈ മൂന്ന് ചിത്രങ്ങളും കൂടി ചേർന്നാണ് മലയാളിയുടെ ചലച്ചിത്ര ഭാവുകത്വത്തിൽ വഴിത്തിരിവ് സൃഷ്ടിച്ചത് എന്നാണ് വിജയകൃഷ്ണൻ പറയുന്നത്. ആ വഴിത്തിരിവ് സൃഷ്ടിച്ച ഫിലിം മേക്കേഴ്സിന്റെ കൂട്ടത്തിൽ അദ്ദേഹം അങ്ങനെ ചരിത്രപരമായ സ്ഥാനം നേടിയിട്ടുണ്ട് എന്ന് വിജയകൃഷ്ണൻ പറയും. നമ്മളെ ക്യാമറാമാൻ വേണുവിന്റെ ഭാര്യ ബീനാപ്പോൾ, എഡിറ്റർ ബീനാപ്പോൾ വേണു സംവിധാനം ചെയ്ത എം ടിയുടെ തിരക്കഥയിൽ വേണു സംവിധാനം ചെയ്ത ദയയുടെ എഡിറ്ററായിരുന്നു. എം ടിയോടൊപ്പം ബീനാപ്പോൾ ചെയ്ത ആദ്യ ചിത്രമായിരുന്നു ദയ. വേണുവായിരുന്നു സംവിധാനം. തിരക്കഥാ രചനയിൽ കഥയുടെ ഒരു തുടർച്ച പലപ്പോഴും പല എഴുത്തുകാരും പുലർത്തി കാണാറില്ല, ബീന പറയുകയാണ്. എന്നാൽ ദയയുടെ രംഗങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആ തുടർച്ച അവിടെ രേഖപ്പെടുത്തി കിടപ്പുണ്ട്. ഒരു കാര്യം ഒരിടത്ത് വളരെ ഭംഗിയായി പറയുന്നു, പിന്നെ കുറെ കഴിഞ്ഞിട്ട് അതിന്റെ തുടർച്ച നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. ബീനയ്ക്കത് വിസ്മയമായിരുന്നു. ദയയുടെ ചിത്രീകരണത്തിന് ആദ്യമധ്യാന്ത്യം എം ടി ഒപ്പമുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഒരു എഡിറ്ററുടെ മനസ്സോടെ ചിത്രീകരണത്തെ വിലയിരുത്താൻ എം ടിക്ക് സാധിച്ചു. അതൊരു അപൂർവതയാണ്. എഡിറ്റിംഗ് സമയത്തും അദ്ദേഹം മുഴുവൻ സമയവും കൂടെ ഉണ്ടായിരുന്നു. ദയ ബീനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റും ഏറ്റവും അധികം മനസ്സർപ്പിച്ച് ബീന ചെയ്ത സബ്ജക്റ്റുമായിരുന്നു. എം ടിയുടെ എഡിറ്റിംഗ് കല അതിലുടനീളമുണ്ട്. എക്കാലത്തെയും എഡിറ്ററാണ് അദ്ദേഹം, എല്ലാ അർത്ഥത്തിലും എന്നാണ് ബീന പറയുന്നത്. മുദ്രശശി എന്നുള്ള ഒരു പ്രശസ്തരായ ഒരു നിർമ്മാതാവുണ്ട്, മുദ്രശശി. ഒരുപാട് നല്ല സിനിമകൾ ചെയ്ത നിർമ്മാതാവാണ് അദ്ദേഹം. എം ടി സാറിന്റെ ഒരു കുടുംബ സുഹൃത്തു കൂടിയാണ്. ഇന്ത്യൻ സിനിമയിൽ ശ്രദ്ധേയമായ ബോംബെയുടെ തിരക്കഥ എഴുതാൻ മണിരത്നം ആദ്യം സമീപിച്ചത് എം ടി എ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുമെന്നാണ് മുദ്രശശി എന്ന ശശികുമാർ ചോദിക്കുന്നത്. ആർക്കും അറിഞ്ഞൂടാത്തൊരു വാർത്തയാണത്. ഈ പറഞ്ഞതുപോലെ തന്നെ എം ടി സാറും പുറത്തു പറഞ്ഞിട്ടില്ല, ഈ മണിരത്നവും പുറത്തു പറഞ്ഞിട്ടില്ല. എം ടിയുടെ കുടുംബ സുഹൃത്താണ് മുദ്രശശി. ഇന്ത്യൻ പനോരമയിലും രാജ്യാന്തര ഫെസ്റ്റിവലുകളിലും കാണിക്കാവുന്ന ഒരു സിനിമ നിർമ്മിക്കണമെന്ന് മുദ്രശശിക്ക് വലിയ ആഗ്രഹമായിരുന്നു. വാണിജ്യ വിജയമല്ല ലക്ഷ്യം, പടം തിയേറ്ററിൽ കോടികൾ വാരണം എന്നുള്ളതല്ല, ഫിലിം ഫെസ്റ്റിവലിലേക്ക് പോകുന്ന ഒരു സിനിമയായിരിക്കും. കേട്ട മാത്രയിൽ എം ടി സാർ പറഞ്ഞത് ശശി സിനിമ നിർമ്മിക്കേണ്ട എന്ന നിർദ്ദേശമായിരുന്നു അദ്ദേഹം നൽകിയത്. നക്ഷതങ്ങളും പഞ്ചാഗ്നിയും സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, ശശി അങ്ങനത്തെ ഒരു സിനിമയൊന്നും നിർമ്മിക്കേണ്ടായിരുന്നു. ഒടുവിൽ എം ടി ഒരു തിരക്കഥ എഴുതി മുദ്രശശിക്ക് നൽകി. നന്നായി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ടീവ് ചെയ്ത് തുടങ്ങാൻ പറഞ്ഞു. എം ടിയുടെ ഒരു തിരക്കഥ സിനിമയാക്കുക. അങ്ങനെയാണ് മുദ്രശശി ആരണ്യകം എന്ന് പറഞ്ഞ ദേവൻ നായകനായ ജോമോള് നായികയായ ആരണ്യകം, അല്ല ജോമോളാണ് ആരണ്യത്തിലുണ്ട് ആ സിനിമ ചെയ്യുന്നത്. നല്ല പടം, നല്ല പാട്ടുകൾ. ഫെസ്റ്റിവൽ സെലക്ഷൻ ഒന്നും നേടിയില്ല ആരണ്യകം. സ്വന്തമായി വിതരണം തുടങ്ങാൻ പ്രേരിപ്പിച്ചതും എം ടി സാറും സംവിധായകൻ ഹരിഹരനുമാണ്. ആരണ്യം കഴിഞ്ഞ് 10 വർഷങ്ങൾക്ക് ശേഷം മുദ്രശശി വീണ്ടും എം ടിയെ കണ്ടു. മുദ്രശശിയുടെ അടുത്ത സുഹൃത്താണ് മണിരത്നം. എം ടിയുടെ തിരക്കഥയിൽ മണിരത്നത്തിനെ കൊണ്ട് ഒരു മലയാള സിനിമ സംവിധാനം ചെയ്യിക്കണം. അതിനാണ് 10 വർഷത്തിന് ശേഷം മുദ്രശശി എം ടി സാറിനെ കണ്ടത്. മാസങ്ങളോളം മൂവരും ചർച്ചകൾ നടത്തി, പക്ഷേ സിനിമ നടന്നില്ല. പിന്നെയും എം ടി മണിരത്നം, മോഹൻലാൽ എന്നൊരു പ്രോജക്റ്റുമായി സമീപിച്ചു. എം ടിയുടെ തിരക്ക് കാരണം അത് നടന്നില്ല. മണിരത്നത്തിന്റെ നടക്കാത്ത ഒരേ ഒരു ആഗ്രഹമാണ് എം ടിയുടെ തിരക്കഥയിൽ ഒരു സിനിമ ചെയ്യുക എന്നുള്ളത്. വലിയ വിഷ്വൽ സെൻസ് ഉള്ള ബ്യൂട്ടിഫുള്ളായ ഫ്രെയിമുകൾ വയ്ക്കുന്ന മണിരത്നവും അതുപോലെ തന്നെ വിഷ്വൽ സെൻസ് ഉള്ള എം ടി സാറിന്റെ തിരക്കഥയുമായിരുന്നെങ്കിൽ മനോഹരമായ ചിലപ്പോൾ മോഹൻലാലിന്റെ ഒരു സിനിമയായി അത് മാറിയേനെ. മറുനാടൻ മൂവീസ് എന്ന് പറയുന്ന പ്രശസ്തമായ ബാനർ മലയാളത്തിൽ എല്ലാവർക്കും അറിയാം. BBK മേനോൻ, ദേവാസുരമടക്കം പണം വാരി പടങ്ങളും നല്ല സിനിമകൾ ഒരുപാട് കാശ് കളയുകയൊക്കെ ചെയ്ത ആളാണ് BBK മേനോൻ. ഇന്ന് എന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പത്രപ്രവർത്തകൻ റോയ് മാത്യു എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, BBK മേനോന്റെ നമ്പർ തരുമോ എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു, "എൻ്റെ ഫോണിലുണ്ടോ എന്ന് നോക്കട്ടെ. ഇല്ല എങ്കിൽ ഞാൻ സംഘടിപ്പിച്ചു തരാം." ഞാന് നമ്പർ തപ്പിയപ്പോൾ എൻ്റെ ഫോണിൽ കാണാനില്ല. ഉണ്ടായിരുന്നു എന്റെയിൽ. ഞാൻ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ മാനേജരായ കോമളൻ എന്ന് പറഞ്ഞ ആളിനെ വിളിച്ചു. അയാൾ ഇപ്പൊ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നില്ല. ഞാൻ അങ്ങനെ നിർമ്മാതാക്കളുടെ സംഘടനാ നേതാവായ രാകേഷിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, "രാകേഷേ, എനിക്ക് ഒരു പത്രപ്രവർത്തനം കൊടുക്കാനാണ്. ബി.ബി.കെ മേനോന്റെ മേനോൻ ചേട്ടൻ്റെ നമ്പർ തരുമോ?" "ഞാൻ തരാം ദിനേശേ. അല്പം മുമ്പ് ഞാൻ വിളിച്ചിരുന്നു." പൊട്ടി പൊട്ടി കരയുന്നു ആ മനുഷ്യൻ. ആലോചിച്ച് നോക്കൂ. ബന്ധുവല്ല, സ്വന്തമല്ല. പക്ഷേ എം.ടി സാർ മരിച്ചു എന്നുള്ള വാർത്ത കേട്ട സമയം മുതൽ പൊട്ടി പൊട്ടി കരയുകയാണ് ബി.ബി.കെ മേനോൻ. നമ്മുടെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളടക്കം നിർമ്മിച്ച നിർമ്മാതാവാണ് ബി.ബി.കെ മേനോൻ. നല്ല സിനിമയുടെ പക്ഷത്ത് നിൽക്കണം എന്ന് വാശി പിടിച്ച ആളായിരുന്നു ബി.ബി.കെ മേനോൻ. പക്ഷേ തുടരെ തുടരെ ഉണ്ടായ ഒരുപാട് പരാജയങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയിൽ എത്തിച്ച ഘട്ടമാണിപ്പോൾ. അപ്പോൾ കുറച്ചു കാലം അദ്ദേഹം ബോംബെയിലുണ്ടായിരുന്നു. ബോംബെയിലെ സാംസ്കാരിക സംഘടനകളിലും സമാജങ്ങളിലുമൊക്കെ ബി.ബി.കെ മേനോൻ പ്രവർത്തിക്കുന്ന കാലം. എം.ടിയുടെ വലിയ ആരാധകനാണ്. ബോംബെയിൽ വരുമ്പോഴൊക്കെ ബി.ബി.കെ മേനോൻ പോയി എം.ടി സാറിനെ കാണും. ഒരു സിനിമ നിർമ്മിക്കണം എന്ന കലശലായ ആഗ്രഹം ബി.ബി.കെ മേനോൻ. ഞാനൊരു സിനിമ നിർമ്മിച്ചാൽ അത് മാനസ ഗുരുവായി കാണുന്ന എം.ടി തന്നെ ചെയ്യണം. അങ്ങനെയാണ് ബന്ധനം ഉണ്ടാവുന്നത്. ആലോചിച്ച് നോക്കൂ. ബന്ധനം നല്ല നല്ല സിനിമയായിരുന്നു ബന്ധനം. എം.ടിയെ ദുബായിലേക്ക് മേനോൻ ക്ഷണിച്ചു. 5 ദിവസം എം.ടി മേനോന്റെ കൂടെ താമസിച്ചു ദുബായിൽ. തിരിച്ചു പോന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ മേനോനെ കോഴിക്കോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ബി.ബി.കെ മേനോൻ പറന്ന് കോഴിക്കോട്ട് ചെന്നു. ഒരു ഫയൽ എടുത്ത് നീട്ടി. ബന്ധനം എന്ന് പറഞ്ഞ സിനിമയുടെ തിരക്കഥയായിരുന്നു ആ ഫയൽ. 1978 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് ബന്ധനം നേടി. സുകുമാരൻ ബന്ധനത്തിലൂടെ മികച്ച നടനായി. ആ ചിത്രത്തിലെ സംഗീത സംവിധായകൻ എം.പി. ശ്രീനിവാസൻ മികച്ച സംഗീത സംവിധായകനായി. ഗായകൻ ജയചന്ദ്രനും ബന്ധനം എന്ന് പറഞ്ഞ സിനിമ അവാർഡ് നേടിക്കൊടുത്തു. ദുബായിൽ വച്ചൊരു സിനിമ ചെയ്യാമോ എന്ന് ബി.ബി.കെ മേനോൻ എം.ടിയോട് തിരക്കി. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടാ എന്ന് എം.ടിയുടെ അസോസിയേറ്റ് ഡയറക്ടറായ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആസാദ് പിന്താങ്ങി. "നമുക്ക് വാസുട്ടോ, നമുക്ക് അങ്ങനെ ഒരു സിനിമ, നമുക്ക് ദുബായിൽ ചിത്രീകരിക്കുന്ന ആദ്യത്തെ സിനിമ എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു സിനിമ ചിന്തിച്ചാലോ" എന്നായി ആസാദ്. ആസാദിന് നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എം.ടി സാറിന്. ദുബായിൽ ഷൂട്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടല്ലേ എന്ന് എം.ടിക്ക് സന്ദേഹം. എന്നാലും നിങ്ങളുടെ ആഗ്രഹമല്ലേ, ചെയ്യാമെന്ന് പറഞ്ഞു തുടങ്ങിയ സിനിമയാണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. മമ്മൂട്ടിക്ക് ഒരു തല്ലുകൊള്ളി വേഷമാണെങ്കിലും നോട്ടബിളായ ആദ്യത്തെ മമ്മൂട്ടിയുടെ വേഷമാണ്. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ ദുബായിൽ നിന്ന് 2.25 മണിക്കൂർ യാത്ര ചെയ്ത് പോയുള്ള ചിത്രീകരണം. ഭയങ്കര ചൂടുള്ള സമയമാണ്. രാവിലെ 6-6:30 മണിയാവുമ്പോൾ ലൊക്കേഷനിലെത്തും. 10 മണിവരെ ഷൂട്ട് ചെയ്യും. പിന്നെ ഷൂട്ടിംഗ് ഇല്ല. കാരണം പോലുള്ള തീക്കാറ്റും ചൂടുമാണ്. അതുകൊണ്ട് രാവിലെ 6:30 മണിക്ക് ചെന്ന് 10 മണി വരെ ഷൂട്ട് ചെയ്യും. ഒരു 4-4:30 മണിക്കൂർ, അങ്ങേ അറ്റം വേല ഒരു 4:30 മണിക്കൂർ ഷൂട്ട് ചെയ്തിട്ട് പോരും. ഈ ചൂടത്ത് പോലും എം.ടി എല്ലാ കാര്യത്തിനും കൂടെ നിന്നു. ഐ.വി. ശശി എം.ടി ടീം ഒരു പടം ചെയ്യണം. ഇരുവരും അമേരിക്കയിൽ പോയി വരുന്ന വഴിക്ക് ദുബായിൽ ഇറങ്ങി. എം.ടിയുടെ പാസ്പോർട്ടിൽ ജേർണലിസ്റ്റ് എന്ന് എഴുതിയിട്ടുള്ളത് കൊണ്ട് പുലിവാലിപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ എയർപോർട്ടിൽ എം.ടിയെ പിടിച്ചു വെച്ചു. ഐ.വി. ശശിയെ പുറത്തേക്ക് വിട്ടു. 14 മണിക്കൂർ എം.ടി എയർപോർട്ടിൽ കുടുങ്ങിപ്പോയി. പിറ്റേ ദിവസം എയർ ഇന്ത്യയൊക്കെ ഇടപെട്ടാണ് എം.ടിയെ വിട്ടത്. അവശനായ എം.ടിയെ റൂമിൽ കൊണ്ടുപോയിട്ടാണ് അഭയം തേടി എന്ന് പറഞ്ഞ സിനിമയുണ്ടാക്കുന്നത് ബി.ബി.കെ മേനോൻ. ഒരു കാർ യാത്രക്കിടയിൽ ഒരു മലഞ്ചെരുവിന്റെ മുന്നിലൂടെയുള്ള ഒരു റോഡ് ഒരു കാർ യാത്ര നടത്തുമ്പോഴാണ് ദൂരെ എം.ടി നോക്കുമ്പോൾ ഒരു ഒറ്റപ്പെട്ട വീടിരിക്കുന്നു. അതിൽ നിന്നാണ് എം.ടി താഴ്വാരം എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടാക്കിയത്. തിരക്കഥയിൽ പാട്ടില്ലായിരുന്നു. ഇതും ആർക്കും അറിഞ്ഞിടാത്തൊരു കാര്യമാണ്. തിരക്കഥയിൽ പാട്ടില്ലായിരുന്നു. ഡബിൾ പോസിറ്റീവ് കാണാനായിട്ട് എം.ടി വന്നു. എം.ടി ഡബിൾ പോസിറ്റീവ് ഇട്ട് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് പ്രതീക്ഷിക്കാതെ കടന്നു വന്നു. ഭരതൻ കൃത്യമായി തൻ്റെ സ്ക്രിപ്റ്റിൽ ഒരു പാട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നു. കൃത്യമായി വേണ്ട എന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥലത്ത് ഒരു പാട്ട് ചിത്രീകരിച്ച് ഷൂട്ട് ചെയ്തിരിക്കുന്നു, തിരക്കഥയിൽ ഇല്ലാതെ. എം.ടിക്ക് അത് ഇഷ്ടമായി. നന്നായിട്ടുണ്ട് എന്നായി എം.ടി. അതായിരുന്നു അദ്ദേഹത്തിന്റെ കമന്റ്. ബി.ബി.കെ മേനോന്റെ ചിത്രമായിരുന്നു താഴ്വാരം. മലയാളത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞു. ഈ എപ്പിസോഡിൽ ഞാൻ മോഹൻലാലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 11 സിനിമകളിൽ എം.ടി എഴുതിയ 11 സിനിമകളിൽ
മോഹൻലാൽ അഭിനയിച്ചു. കൃഷിക്കാരൻ, റൗഡി, പത്രക്കാരൻ, ചലച്ചിത്രകാരൻ, കഥകളി നടൻ, ഡോക്ടർ, ഈർച്ചക്കാരൻ, ഇങ്ങനെ വ്യത്യസ്തമായ 11 വേഷങ്ങൾ. അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവ് ഉയരങ്ങളിൽ എന്ന് പറഞ്ഞ് MT എഴുതി IV ശശി സംവിധാനം ചെയ്ത ചിത്രത്തിലെ ജയരാജനാണ് എന്നാണ് മോഹൻലാൽ പറയുന്നത്. കുത്തുപാളയിൽ കഞ്ഞു കുടിച്ച് വളർന്നവൻ കോടീശ്വരനാവുന്നതിന്റെ അടുത്തുവരെ എത്തി. കളി നന്നായി കളിച്ചു, അവസാനം വരെ. കളിച്ചതൊക്കെ എനിക്കിഷ്ടമായി. അതാണല്ലോ പ്രധാനവും. ആൾക്കൂട്ടത്തിൽ തനിയയിലെ അനിൽ സ്നേഹമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് വിശ്വസിച്ചിരുന്നവനാണ്. അനിലിന്റെ ഫിലോസഫി അതായിരുന്നു. ആ ഫിലോസഫി എൻ്റെ തൻ്റെ സ്വകാര്യ ജീവിതത്തിലും ഞാൻ പാലിക്കാറുണ്ട് എന്നാണ് മോഹൻലാൽ പറയുന്നത്. അതിനാൽ തന്നെ ഇത്രയധികം ഞാൻ അനിലിനെ സ്നേഹിക്കുന്നു എന്നാണ് മോഹൻലാൽ പറയുന്നത്. ഈ ലോകം മുഴുവൻ ഒരു രംഗവേദിയാണ്. എല്ലാ സ്ത്രീ പുരുഷന്മാരും അതിലെ കളിക്കാരാണ് എന്ന് പറഞ്ഞത് ഷേക്സ്പിയറാണ്. രംഗത്തിലെ അപ്പുണ്ണി ഇത്തരക്കാരനാണ്. അതിനാൽ മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് രംഗത്തിലെ അപ്പുണ്ണിയാണെന്ന് മോഹൻലാൽ തന്നെ പറയും. പഞ്ചാഗ്നിയിൽ ഫോട്ടോഗ്രാഫർ റഷീദ് ഇന്ദിരയോട് രാമേട്ടനെ വിശദീകരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പല്ലുകൊഴിഞ്ഞ സിംഹമാണ് രാമേട്ടൻ. ആ ഒറ്റ പ്രയോഗത്തിൽ നിന്നാണ് രാമേട്ടനാകാൻ വേണ്ട അഭിനയ രീതി താൻ നിശ്ചയിച്ചതെന്ന് തിലകൻ പറഞ്ഞിട്ടുണ്ട്. അവരെന്നെ കൊല്ലാൻ ശ്രമിക്കും, അവൻ എന്നെ കൊല്ലാൻ ശ്രമിക്കും, ചാവാതിരിക്കാൻ ഞാനും. താഴ്വാരത്തിന്റെ വിഷയം അതാണ്. മൗനത്തിൽ സംസാരിച്ച സിനിമ താഴ്വാരം. ക്ലൈമാക്സ് രക്ഷപ്പെടാനും കൊല്ലാനും അന്യോന്യം ആവേശത്തോടെ കടിപിടി കൂടുന്ന 2 മൃഗങ്ങൾ. ആ സ്റ്റൈലിലായിരുന്നു ഫൈറ്റ്. ഡോക്ടർ ഹരിദാസ് മനോഹരമായ, മോഹൻലാൽ അവിസ്മരണീയമായ പ്രകടനം കാഴ്ചവെച്ച സിനിമയായിരുന്നു അമൃതംഗമയിലെ ഡോക്ടർ ഹരിദാസ്. അതുപോലെ തന്നെ പെയിന്ററായ തൂക്കുകയറിൽ പെട്ടുപോകുന്ന സതയത്തിലെ സത്യനാഥ്. നിറം മങ്ങിയാൽ നമുക്ക് കളർ സ്കീം തന്നെ മാറ്റി വരയ്ക്കാം ഈ ബോർഡ് എഴുത്തിൽ. പക്ഷേ ജീവിതത്തിൽ അങ്ങനെയല്ലല്ലോ. നമുക്കൊരിക്കൽ നിറം മങ്ങിപ്പോയാൽ അത് മാറ്റി വരയ്ക്കാൻ പറ്റില്ല എന്നാണ് സത്യനാഥന്റെ ഫിലോസഫി. നമ്മുടെ ദൂരദർശനിൽ നിന്ന് ക്യാമറാമാനായി നമ്മുടെ ശ്യാമപ്രസാദിന്റെ പെരുവിഴിയിലെ കരിയിലടക്കം ഒരുപാട് നല്ല സീരിയലുകളുടെ ക്യാമറയൊക്കെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സിനിമയിലെത്തി. സിനിമയിൽ ഒരുപാട് ക്യാമറാമാനായി വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പടം സംവിധാനം ചെയ്ത ആളാണ് അഴകപ്പൻ. MTയുടെ 4 കെട്ട് പരമ്പരയാക്കുകയാണ്. അതിൻ്റെ ഛായാഗ്രാഹകൻ അഴകപ്പനായിരുന്നു. S കോന്നനാട്ടായിരുന്നു 4 കെട്ടിൻ്റെ കലാസംവിധായകൻ. ലൊക്കേഷനിൽ MT വന്നാൽ സീനിനെ പറ്റി വിശദമായി പറയും, പിന്നെ മാറിയിരിക്കും. കാണുന്നവർക്ക് തോന്നുക ഒരു സംഘർഷവുമില്ലാതെയാണ് MT സംവിധാനം ചെയ്യുന്നത് എന്നാവും. എന്നാൽ എല്ലാ സമയവും വർക്കിനെ പറ്റിയുള്ള മാനസിക പിരിമുറുക്കത്തിലായിരിക്കും അദ്ദേഹം. അപ്പോൾ ഇതിൽ രസം എന്താണെന്ന് ചോദിച്ചാൽ, ആരോ MT സാറിനോട് പറഞ്ഞു, അഴകപ്പൻ എന്ന് പറഞ്ഞൊരു മനോഹരമായി ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരു ദൂരദർശൻ ക്യാമറാമാൻ ഉണ്ട്, ഈ 4 കെട്ട് അയാളെ കൊണ്ട് ചെയ്യിച്ചാൽ നന്നാവും. എന്നാൽ അയാളെ എന്നെ ഒന്ന് കാണാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ അഴകപ്പൻ കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ MT സാറിനെ കാണാൻ ചെന്ന് ആരോ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു അഴകപ്പൻ എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വന്നിരിക്കുന്നു, വരാൻ പറയൂ. അഴകപ്പൻ ചെന്നു. ഇരിക്കൂ. ഇരുന്നു. എന്താ പേര് എന്ന് ചോദിച്ചു. അഴകപ്പൻ. അത് ശരി. MT സാറ് പ്രശസ്തമായ ബീഡി കത്തിച്ചു. ഇവിടെ വച്ച് ഇങ്ങനെ വലിച്ചു. മനോഹരമായി ഇതിലെ കൂടി പുക വിട്ടു. അഴകപ്പൻ ആ കാഴ്ച ആദ്യമായിട്ട് ഇങ്ങനെ ഒരാൾ ബീഡി വലിക്കുന്ന കാണുകയാണ്. ആ കാഴ്ച കണ്ട് അഴകപ്പൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ ബീഡി വലിക്കുന്ന ആ ആസ്വാദനത്തിനിടയിൽ തന്നെ അഴകപ്പനെ നോക്കി ചെറുപുഞ്ചിരി സാർ ചിരിക്കുന്നുണ്ട്. ആ ബീഡി വലി കഴിഞ്ഞു. വീണ്ടും സാറ് അഴകപ്പനെ നോക്കി. അഴകപ്പൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചോദിച്ചാലും പറയാം എന്നിരിക്കുകയാണ്. സാർ അടുത്തൊരു ബീഡി കത്തിച്ചു, വലിച്ചു, വിട്ടു. അഴകപ്പനെ നോക്കി ചിരിച്ചു. അഴകപ്പൻ ഒരു 8-10 മിനിറ്റ് ഈ കലാപരിപാടി കഴിഞ്ഞപ്പോൾ അഴകപ്പന് തോന്നി അദ്ദേഹത്തിന് സംസാരിക്കാൻ ഇത്തിരി കൂടെ സമയം വേണമായിരിക്കും. ഒരു മൂത്രമൊക്കെ ഒഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് വരാം എന്ന് അഴകപ്പന് തോന്നി. അഴകപ്പൻ ചോദിച്ചു, സാർ ഞാൻ പുറത്തു പോയിട്ട് താഴെ പോയിട്ട് ഒന്ന് മൂത്രമൊക്കെ ഒഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അഴകപ്പൻ പുറത്തേക്ക് പോയി. അഴകപ്പൻ താഴെ ചെന്ന്
മാതൃഭൂമിയുടെ ക്യാൻറ്റീനിൽ ചെന്ന് ചായയൊക്കെ കുടിച്ചു. അവിടെ കണ്ട ആളുകളോടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പരിചയക്കാരൊക്കെ ഉണ്ടല്ലോ. മൂത്രമൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും വാതിലിൽ മുട്ടി. എം.ടി. സാർ യെസ് പറഞ്ഞു. അഴകപ്പൻ കയറി അകത്തേക്ക് വന്നു. ഒരു 10 മിനിറ്റ് മുമ്പ് പോയ ആളാണ്. എം.ടി. സാർ ചോദിച്ചു, ആരാ? ഞാൻ അഴകപ്പൻ. എന്തിനാ വന്നത്? കഥ വല്ലതും എഴുതിയത് കൊണ്ടുവന്നാണെന്ന് വിചാരിച്ചു. അല്ല, സാറിന് എന്നെ കാണണമെന്ന് പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ വന്നത്. എന്തിനാ ഞാൻ കാണുന്നത്? അല്ല, ഞാൻ ദൂരദർശനിലെ ക്യാമറമാനാണ്. ആ, അല്ല സാറ് ദൂരദർശന് വേണ്ടി 4 കെട്ട് എന്ന് പറഞ്ഞൊരു സീരിയൽ എടുക്കുന്നു എന്ന് പറഞ്ഞു. ആ, അല്ല അതില് ഒരു ക്യാമറമാൻ വേണം. അതെ വേണം. അതിനാണ് എന്നെ അയച്ചത് സാറിനെ പരിചയപ്പെടാൻ. ഇരിക്കൂ. ഇരുന്നു. സാറ് ബീഡി എടുത്തു, കത്തിച്ചു, വലിച്ചു, പുക വിട്ടു. കുറച്ചു നേരം ഇങ്ങനെ അഴകപ്പനെ തന്നെ നോക്കി ഒന്ന് പഠിച്ചു. പഠിച്ചിട്ട് നമുക്ക് തുടങ്ങാമല്ലേ? വേറൊന്നും ചോദിക്കുന്നില്ല. അപ്പൊ നമുക്ക് തുടങ്ങാമല്ലേ? അങ്ങനെയാണ് അഴകപ്പൻ 4 കെട്ടിന്റെ ക്യാമറാമാൻ ആവുന്നത്. 4 കെട്ട് ഇനി കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ അതിന്റെ കുറച്ച് വിഷ്വൽ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് അഴകപ്പനോട് ചോദിച്ചു. കാരണം അഴകപ്പന് ഷൂട്ട് ആൻഡ് എഡിറ്റ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു നല്ല സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ശ്യാമപ്രസാദുമായിട്ട് ചേർന്ന് നടത്തിയ സ്റ്റുഡിയോ ആയിരുന്നു. അപ്പോൾ അവരാണ് ഇത് എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. ആ സ്റ്റുഡിയോ മതിയാക്കി നഷ്ടം കൊണ്ട്. അപ്പോൾ അതിന്റെ എന്തെങ്കിലും വിഷ്വൽ ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അഴകപ്പൻ്റെയിലും ഇല്ല. അഴകപ്പൻ ശ്യാമപ്രസാദിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെയിലും ഇല്ല. അദ്ദേഹം ബൈജു ചന്ദ്രനോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെയിലും ഇല്ല. ആരിലും ഇല്ല ആ വിഷ്വൽ. അതിനൊക്കെയുള്ള മൂല്യം ഇപ്പോഴാണേ ഉള്ളത്. അങ്ങനെ അഴകപ്പൻ 4 കെട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ലൊക്കേഷനിൽ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീനിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് എം.ടി. സാർ മാറി ഒരു കസേരയിലിരിക്കും. കാണുന്നവർക്ക് തോന്നുക ഒരു സംഘർഷവും ഇല്ലാതെയാണ് എം.ടി. സംവിധാനം ചെയ്യുന്നത് എന്നാവും. എന്നാൽ എല്ലാ സമയവും വർക്കിനെ പറ്റിയുള്ള മാനസിക പിരിമുറുക്കത്തിലായിരിക്കും എം.ടി. സാർ. അപ്പൊ അതിലൊരു സെയ്താലി കുട്ടി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. ആ വേഷം ചെയ്യാനായിട്ട് പലരെയും നോക്കുന്നതിനിടയിൽ ആരോ പറഞ്ഞു, ഒറ്റപ്പാലം പപ്പൻ എന്ന് പറഞ്ഞൊരു നടനുണ്ട്, നല്ല നടനാണ്, വാത്സല്യത്തിലെ മമ്മൂട്ടിയുടെ അമ്മാവൻ, മേലേടത്ത് രാഘവൻ നായരുടെ അമ്മാവൻ. സാർ ഇങ്ങനെ ഒറ്റപ്പാലം പപ്പൻ എന്ന് പറഞ്ഞ നടനുണ്ട്, ഒന്ന് അയാളെ വരാൻ പറയും, ഞാനൊന്ന് ഇത്രണ്ണം വരാൻ പറയും, ഞാനൊന്ന് കാണട്ടെ. ഒറ്റപ്പാലം പപ്പൻ വന്നു. അലസമായ നരച്ച താടിയും സദാസമയം ബീഡി വലിച്ച് കറുത്ത ചുണ്ടും, എപ്പോഴും ഈ ജലദോഷമുള്ള പോലെ കഫം നിന്നിട്ട് ഒരു കളകള ശബ്ദത്തിൽ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് നേരം ചുമയ്ക്കുന്ന ഒറ്റപ്പാലം പപ്പൻ വന്നു. പപ്പനെ ഇതുപോലെ തന്നെ എം.ടി. സാർ ഇങ്ങനെ നോക്കി, ആലോചിച്ചു, വീണ്ടും നോക്കി. എന്തു ചെയ്യുന്നു സാർ? ഞാനൊരു നടനാണ്, നാടകങ്ങളാണ് ചെയ്യുന്നത്, കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വാത്സല്യത്തിന്റെ കാര്യം പറഞ്ഞു. ഓ, സെയ്താലി ചെയ്യാം അല്ലേ? ചെയ്യാം സാർ. ശരി, ഇത്രേ ഉള്ളൂ, ഫിക്സ്. അപ്പം പോയി. പിറ്റേ ദിവസം സെയ്താലിയുടെ സീനുള്ളതാണ്. രാവിലെ വരാൻ പറഞ്ഞു. രാവിലെ പപ്പൻ എത്തി. പപ്പൻ എത്തിയപ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല പപ്പനെ. കാരണം പപ്പൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എം.ടിയുടെ സിനിമ ചെയ്യാൻ പോകുന്നതല്ലേ, നല്ല ഈ എന്താ പറയുക, ഭിഷകാരെ പോലെയൊക്കെ വളർത്തിയിട്ടിരുന്ന, ഒരു നിരയും ഇല്ലാതെ ഇട്ടിരുന്ന നരയും കറുപ്പും എല്ലാം കൂടെ ചേർന്ന ആ താടിയും മീശയൊക്കെ അങ്ങ് എടുത്തു. തലമുടി ഭംഗിയായിട്ട് ഡൈ ചെയ്തു. നല്ല കൊച്ചു കുട്ടപ്പനായിട്ട് സെറ്റ് വന്നു. അതുകൊണ്ടാണ് ആർക്കും മനസ്സിലാവാത്തത് ഇന്നലെ വന്നിട്ട് പോയ ഒറ്റപ്പാലം പപ്പനാണെന്ന്. എം.ടി. സാറിന്റെ അടുത്ത് ചെന്നു. എം.ടി. സാർ ഇങ്ങനെ നോക്കി, ആരാ? സാർ, ഞാൻ ഇന്നലെ സാറിനെ കാണാൻ വന്ന ഒറ്റപ്പാലം പപ്പൻ, ഇതിലാ സെയ്താലി കുട്ടിയുടെ വേഷം ചെയ്യാൻ. എം.ടി. സാർ ഒന്നിങ്ങനെ ആലോചിച്ചു. കാരണം സാറിനും പിടികിട്ടുന്നില്ല. ഇന്നലെ ഇങ്ങനെ ഒരാളിന് ഒരിക്കലും ആ വേഷം കൊടുക്കാൻ പറ്റില്ല. ഒരു കാക്കാ ലുക്ക് വേണ്ടേ? ഇതൊന്നുമില്ല, നല്ല സുന്ദരനായിട്ട് ഡൈ ഒക്കെ അടിച്ചു വന്നി പപ്പനെ കട്ട് ചെയ്ത് വിട്ടു. പകരം ആര് എന്ന് ചോദിക്കുമ്പോൾ അഴകപ്പ സാർ പറഞ്ഞു, സാർ, സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ പഠിച്ചിറങ്ങിയ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അലക്സ് കടവിൽ എന്നാണ് പേര്, തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ അലക്സ് കടവിലിനെ സാറ് കണ്ടിട്ടില്ല, പക്ഷെ അഴകപ്പൻ പറഞ്ഞ ഒറ്റ വാക്കുകൊണ്ട് അയാളെ വരാൻ പറയൂ. അപ്പോൾ എം.ടി. സാർ ലൊക്കേഷനിൽ നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല, തോർത്തൊക്കെ ഇട്ട് വളരെ ലളിതമായിട്ടാണ് എം.ടി. സാർ ഇരിക്കുന്നത്. കഴുത്തിൽ എപ്പോഴും ഒരു തോർത്തിട്ടിരിക്കും. അപ്പോൾ അലക്സ് കടവിൽ ലൊക്കേഷനിൽ വരാമെന്ന് ഏറ്റു. ലൊക്കേഷനിൽ എം.ടി. വരുന്നത് മുതൽ എം.ടി. അറിയാതെ ഈ ദൂരദർശന്റെ ക്യാമറ ഇരിക്കുകയാണ്. അപ്പോൾ എം.ടി. സാർ കാറിൽ വന്നിറങ്ങുന്നത്
എം ടി സാർ കസേരയിലിരുന്ന് ഈ ബീഡി ഇങ്ങനെ വലിച്ച് ഇങ്ങനെ പുകവിടുന്നത്. അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് ചിരിക്കും. എന്തോ മനസ്സിൽ ആലോചിച്ചിട്ടാണ്. അതുപോലെ തന്നെ എടുത്തോണ്ടിരിക്കുന്ന സീനിൽ പോലും ഇനി എന്തും മാറ്റി ചിന്തിക്കാമെന്നൊക്കെ എപ്പോഴും ചിന്തകളാണല്ലോ എം ടി സാർ. ഇതൊക്കെ എം ടി സാർ അറിയാതെ അഴകപ്പൻ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. എത്ര ദിവസം ഷൂട്ടിംഗ് നടന്നോ അത്രയും ദിവസവും എം ടിയുടെ സീനുകൾ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അലക്സ് കടവിലെത്തിയത്. അപ്പൊ അലക്സ് കടവിലിനോട് പറഞ്ഞു, വരുമ്പോ സുന്ദരനായിട്ടൊന്നും വന്നളായിരുന്നു, നീ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇങ്ങ് പോരെന്ന് പറഞ്ഞു. അപ്പൊ 2 ദിവസം എന്തോ ഷേവ് ചെയ്യാത്ത കുറ്റി താടിയുമായിട്ടാണ് അലക്സ് കടവിൽ ലൊക്കേഷനിലെത്തി. അഴകപ്പൻ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തി, സാർ ഇതാണ് അലക്സ് കടവിൽ, നമ്മൾ പറഞ്ഞ സെയ്താലി കുട്ടിയായിട്ട് പറ്റുമോ? എം ടി സാർ ഇങ്ങനെ നോക്കി, അലക്സ് കടവിലിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ സെയ്താലി കുട്ടി, ഫിക്സ്. അങ്ങനെ അലക്സ് കടവിലിന് മനോഹരമായ ആ വേഷം ചെയ്യാൻ പറ്റി. ജ്ഞാനപീഠം കിട്ടിയ അവസരത്തിൽ അഴകപ്പൻ എം ടി സാറിനോട് ഒരു കാര്യം ചോദിച്ചു, സാർ ഞാൻ സാറിനെ കുറിച്ചൊരു ഫീച്ചർ, ഒരു ഡോക്യുമെന്ററി ഫിലിം ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. എടുത്ത വായിലെ എം ടി സാറിന്റെ മറുപടി അത് വേണോ എന്നായിരുന്നു. കാരണം വേണ്ട എന്നുള്ള രീതിയിലാണ് അതിന് പറഞ്ഞ ഇങ്ങനെയാണ്, അത് വേണോ അഴകപ്പൻ? സാർ അനുവദിക്കുകയാണെങ്കിൽ ഞാനത് ചെയ്യും എന്ന് പറഞ്ഞില്ല, സാർ അനുവദിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് നിർത്തി. ഒന്നും പഠിക്കാതെ അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ. അഴകപ്പൻ എം ടിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ചെയ്യുന്നു എന്ന വാർത്ത അറിഞ്ഞവർക്ക് അതിശയം. കാരണം എം ടി അങ്ങനെ ഇങ്ങനെയൊന്നും ആർക്കും ഇത്തരം കാര്യങ്ങളൊന്നും സമ്മതിച്ചു കൊടുക്കുന്ന ആളല്ല. ദൂരദർശന് വേണ്ടി ആയിരുന്നു ഈ ഡോക്യുമെന്ററി വർക്ക് ചെയ്തത്. ടെലികാസ്റ്റിന് മുമ്പ് എം ടി സാറിനെ കാണിച്ചിട്ട് സാങ്ഷൻ വാങ്ങിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ അദ്ദേഹം പറയുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത ശേഷം കാണിച്ചാൽ മതി എന്ന് തീരുമാനിച്ചു അഴകപ്പൻ. അങ്ങനെ എം ടി സാറ് ഒരിക്കൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ സാറിനെ കൂട്ടിക്കൊണ്ടുപോയി. അന്നത്തെ കാലത്ത് അദ്ദേഹം ലാറ്റക്സിന്റെ പൂജപ്പുരയുള്ള ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചിരുന്നത്. പിന്നെ വന്ന ഏതൊരു എം ഡിക്ക് എന്താ കൊമ്പുണ്ടോ, അങ്ങനെ ഗസ്റ്റ് ഹൗസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് വരെയും അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നാൽ ലാറ്റക്സിന്റെ ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു കാറ് കൊണ്ടുവന്ന് എം ടി സാറിനെ കയറ്റി കവടിയാറുള്ള ഷൂട്ട് ആൻഡ് എഡിറ്റ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ എത്തിച്ചു. അദ്ദേഹം ഡോക്യുമെന്ററി മുഴുവൻ ഇരുന്ന് കണ്ടിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ എം ടി സാർ കാർ കയറിയും പോയി. അഴകപ്പന്റെ പാതി ഉയിര് പോയെന്ന് പറയാം. കാരണം ഒരു കമന്റും പറഞ്ഞില്ല, ഇതെന്താ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞില്ല, ആ സീൻ കട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞില്ല, ഈ ക്ലോസപ്പ് ഒഴിവാക്കണം എന്ന് ഒന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇതെന്തോ റീ റെക്കോർഡിങ് ഒന്നും ചോദിച്ചില്ല. പടം കണ്ടു, അദ്ദേഹം ഇറങ്ങി കാറിൽ കയറി പോവുകയും ചെയ്തു. അഴകപ്പൻ ആകെ ടെൻഷനിലായി. കുറെ കഴിഞ്ഞപ്പോൾ ലാറ്റക്സിലെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് അഴകപ്പൻ ഒരു ഫോൺ വന്നു. അപ്പൊ അഴകപ്പൻ ഫോൺ എടുത്തപ്പോൾ മറുവശത്ത് നിന്ന്, അഴകപ്പനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അഴകപ്പനാണ്. ഞാൻ എം ജി ആണ്. അഴകപ്പൻ ഒന്ന് ഞെട്ടി. ഡോക്യുമെന്ററി വളരെ നന്നായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് തോന്നിയോ എന്ന് എനിക്കറിയില്ല എന്നാണല്ലോ എൻ്റെ അർത്ഥം. ആ ഡോക്യുമെന്ററി നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഫോൺ കട്ടായി. ഇത്രയേ ഉള്ളൂ കമന്റ്. അഴകപ്പൻ ഓടിപ്പിടച്ച് ലാറ്റക്സിൽ ചെന്നു. അപ്പൊ സാറ് കോഴിക്കോട്ടേക്ക് പോകാൻ, ട്രെയിനിൽ പോകാനായിട്ട് റെഡിയാവുകയാണ്. റെഡിയായി കാർ കയറിയപ്പോൾ അഴകപ്പനും കൂടെ കാർ കയറി റെയിൽവേ സ്റ്റേഷൻ വരെ കൂടെ ചെന്നു. ഒന്നും സംസാരമൊന്നുമില്ല, കാറിലിരുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. ട്രെയിൻ വിടുന്നത് വരെ അഴകപ്പന്റെ തോളിൽ കൈയിട്ടോണ്ട് നിന്നു. ആ കൈയിട്ടോണ്ടിരിക്കുന്ന ഫോട്ടോ ഞാൻ കാണിക്കാം. അഴകപ്പൻ പറഞ്ഞത്, ഒരു ചാക്ക് സിമന്റ് എടുത്ത് തോളി വെച്ച പോലെയാണ് എം ടി സാറല്ലേ, ആ എം ടി സാർ ഒന്നുമല്ലാത്ത എൻ്റെ തോളിൽ ആ കൈവച്ച് എത്രയോ കാലത്തെ ബന്ധമുള്ളതുപോലെ കൈവച്ച് നിന്നപ്പോൾ എനിക്ക് ഒരു ചാക്ക് സിമന്റ് എന്ന് പറയാൻ 50 കിലോയാണ്, ആ ഭാരമാണ് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു. ട്രെയിൻ വിടാൻ നേരത്ത് അഴകപ്പന്റെ മുഖത്ത് നോക്കി വളരെ ദുർലഭമായ എം ടി സാറിന്റെ ഒരു ചിരിയുണ്ടല്ലോ, ആ ഒരു ചിരി മാത്രം, അത് മതി. 100ന് 101 മാർക്കിട്ടതുപോലെ ഒരു ചിരി ചിരിച്ച് ട്രെയിൻ പാസ് ചെയ്ത് പോയി. ഇക്കാര്യം എന്നോട് അഴകപ്പൻ സാർ പറയുമ്പോൾ എനിക്ക് എന്തൊരു ഭാഗ്യവാനെന്ന് ഞാൻ തിരിച്ചു പറഞ്ഞത്. അഴകപ്പൻ സാറെ, നിങ്ങളൊരു ഭാഗ്യവാനാണ്. കാരണം റെയിൽവേ സ്റ്റേഷനിൽ 100 കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് നമസ്കാരമൊക്കെ പറയുമ്പോൾ തിരിച്ച് ഒന്ന് ചെറുതായിട്ട് അനക്ക് മാത്രം ചെയ്യുന്നിടത്ത് നിങ്ങൾ പറയുന്ന പോലെ ഒരു ചാക്ക് സിമന്റിന്റെ വെയിറ്റുള്ള കൈ എടുത്ത് നിങ്ങളുടെ തോളി കൈയിട്ട് 10-40 മിനിറ്റ് നിന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവനാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. 2-ാം ഊഴം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഭീമന്റെ കഥയിൽ അദ്ദേഹം പറയുന്നു, കഥകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല സുധരെ, നിങ്ങൾ പറയാനുള്ളത് പോലെ യാത്രാമംഗളം നിങ്ങൾക്കും എനിക്കും എന്നാണ് 2-ാം ഊഴത്തിൽ അദ്ദേഹം എഴുതിയത്. ഇന്ന് മാവൂറിലെ ശ്മശാനത്തിൽ
എം.ടി. വാസുദേവൻ നായർ എന്ന് പറഞ്ഞ വലിയ മനുഷ്യന്റെ ഭൗതിക ശരീരം എരിഞ്ഞടങ്ങുമ്പോൾ രണ്ടാം മുഴത്തിൽ അദ്ദേഹം പറഞ്ഞ നിങ്ങൾ പറയാറുള്ളത് പോലെ യാത്രാമംഗളം നിങ്ങൾക്കും എനിക്കും എന്ന് അദ്ദേഹം എഴുതിയ വരികൾ ഓർത്തുകൊണ്ട് ആ അനശ്വരനായ എഴുത്തുകാരൻ സുഹൃതം എന്ന് പറഞ്ഞ സിനിമയ്ക്കും അദ്ദേഹത്തെക്കുറിച്ച് ചെയ്ത ഒരു ഡോക്യുമെന്ററിക്കും കൂടെ നടക്കാൻ കഴിഞ്ഞ തിരുവനന്തപുരം വരെ മുതൽ കോഴിക്കോട് വരെ ഒരു രാത്രി ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞ അതൊരു വലിയ മഹാഭാഗ്യമായി കരുതുന്ന സിനിമയിലോ സാഹിത്യത്തിലോ ഒന്നിലും ഞാൻ ഒന്നും അല്ലല്ലോ. പക്ഷെ എം ടി സാറിനെ പോലെ ഒരു വലിയ മനുഷ്യനോടൊപ്പം ഒരു സിനിമയുടെയും ഒരു ഡോക്യുമെന്ററിയുടെയും ഒരു ട്രെയിൻ യാത്രയിലും ഒന്നിച്ച് നടക്കാൻ കഴിഞ്ഞത് ജീവിത പുണ്യമായി കാണുന്ന ഞാൻ കൊണ്ടുചെന്ന എം ഡിയുടെ പ്രിയപ്പെട്ട തിരക്കഥകളും എം ഡിയുടെ തിരക്കഥകളും എന്ന് പറഞ്ഞ 2 വലിയ പുസ്തകം കൊടുത്തിട്ട് സാറേ ഒന്ന് ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞപ്പോൾ വളരെ കൂളായിട്ട് ഒപ്പിട്ട് തന്ന് ഞാൻ നിധി പോലെ എൻ്റെ പുസ്തക ശേഖരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ അനശ്വരനായ കലാകാരന് ആത്മാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടാമത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.